നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 113 അധ്യായം 6 വാക്യം. ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. ഏറ്റവും പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ എല്ലാ ഉദ്യമങ്ങളെയും നമ്മുടെ എല്ലാ ചിന്തകളെയും പരിശോധിച്ചറിയുന്നവനാണ് നമ്മുടെ തമ്പുരാൻ, നമ്മുടെ ദൈവമായ കർത്താവ്. ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു എന്ന് വചനം പറയുമ്പോൾ അവിടെ ഏറെ പ്രാധാന്യം അർഹിക്കുന്നത് ആ ഒരു വാക്കിനാണ്, അതെ, കുനിഞ്ഞു നോക്കുക എന്നുള്ളത്. തീർച്ചയായും സ്വർഗത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന യഹോവയായ രാജാവായ ദൈവം, അല്ലെങ്കിൽ യഹോവ സ്വർഗത്തിലും ഇരുന്നു കൊണ്ട് തൻ്റെ ഭൂമിയിലേക്കുള്ള സൃഷ്ടികളെ, താൻ സൃഷ്ടിച്ച ആകാശത്തെ ഒക്കെയും കുനിഞ്ഞു നോക്കണമെങ്കിൽ അവൻ അത്രത്തോളം തൻ്റെ സൃഷ്ടികളെ സ്നേഹിക്കുന്നു, പരിപാലിക്കുന്നു, കരുതുന്നു എന്നാണ് അർത്ഥം. അതായത് ആകാശത്തിലും ഭൂമിയിലുമുള്ള സമസ്ത വസ്തുക്കളിന്മേലും അധികാരമുള്ള രാജാവ് സിംഹാസനത്തിൽ നിന്നും തൻ്റെ പ്രജകളെ നോക്കുന്ന അല്ലെങ്കിൽ നോക്കിക്കാണുന്നു എന്ന് വചനം സാക്ഷിക്കുന്ന വലിയൊരു ഭാഗമാണിത്, അല്ലെങ്കിൽ ഒരുപാട് ഉള്ളർത്ഥങ്ങളുള്ള ഭാഗമാണിത്. നമ്മുടെ ഓരോ നിമിഷങ്ങളെയും, നമ്മുടെ ഓരോ ചിന്തകളെയും, നമ്മുടെ ഓരോ പ്രവൃത്തികളെയും ഒക്കെയും അവൻ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു, അവൻ കുനിഞ്ഞു നോക്കി കാണുന്നു എന്ന് വളരെ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ വളരെ പ്രത്യക്ഷമായിട്ട് വചനം നമ്മളോട് പങ്കുവെക്കുന്ന ഒരു വേദഭാഗം. അങ്ങനെയെങ്കിൽ നമ്മുടെ ചിന്തകളെപ്പറ്റി ജാഗ്രതയുള്ളവരായിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കാരണം നമ്മൾ ഇപ്പോഴും എപ്പോഴും എന്നും ആ ഒരു CCTV ക്യാമറകളാകുന്ന കണ്ണുകളാകുന്ന യഹോവയുടെ മുൻപിൽ തന്നെയാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിക്കൽ ഒരു യുവാവ് അവനൊരു ദൂരയാത്രയ്ക്ക് പോവുകയാണ്. ഒറ്റയ്ക്കാണ് യാത്ര. മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒക്കെ യാത്ര ചോദിച്ച് അവൻ തനിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കരുതി കൂട്ടുന്ന ഒരു സമയത്ത് അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് മുറിയിലേക്ക് കടന്നു വരികയാണ് യാത്ര നൽകുവാനായിട്ട്. അപ്പോൾ ഈ സുഹൃത്ത് അവനോട് ചോദിക്കുന്നു, നീ ഇനി ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ മടങ്ങി വരികയുള്ളൂ, നീ ഒരു യാത്ര പോവുകയല്ലേ, അങ്ങനെയാണെങ്കിൽ നിന്റെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി, എല്ലാം എടുത്തു വെച്ചോ, നീ സന്തോഷത്തിലാണോ പോകുന്നത്, അതോ ഇത്രയും നാൾ യാത്ര പോകുന്നത് കൊണ്ട് മാതാപിതാക്കളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ പിരിയേണ്ടി വരും എന്നുള്ളതിൽ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അതേസമയം ആ യുവാവ് ഇപ്രകാരം പറയുന്നുണ്ട്, എനിക്ക് അത്തരത്തിലുള്ള വലിയ കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഈ ഒരു അവസരത്തിൽ തോന്നുന്നില്ല, ഞാൻ എന്തായാലും ഇങ്ങോട്ടേക്ക് തന്നെയല്ലേ മടങ്ങി വരിക, പക്ഷേ ഈ ഒരു ജീവിതം എനിക്ക് ആസ്വദിക്കണം, ഉള്ള സമയത്ത് ഉള്ളതുപോലെ അടിച്ചു പൊളിച്ച് ജീവിക്കണം, അങ്ങനെ ഞാൻ ഈ ഒരു യാത്ര തയ്യാറാവുകയാണ്. ഇനി ഒരുപാട് ദേശങ്ങൾ എനിക്ക് കാണേണ്ടിയിരിക്കുന്നു, ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു, ഒരുപാട് ജീവിതങ്ങളെ ഞാൻ അറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ജീവിതത്തിന്റെ പുത്തൻ മേച്ചിൽപ്പുറങ്ങൾ തേടിയുള്ള യാത്രയിൽ ഞാൻ സന്തോഷിക്കുകയല്ലേടാ വേണ്ടത് എന്നുള്ളൊരു സന്തോഷത്തോടു കൂടിയുള്ള മറുപടിയാണ് ഈ യുവാവ് തിരിച്ചു നൽകുന്നത്. വീണ്ടും ആ ഒരു കൂട്ടുകാരന് സംശയങ്ങൾ മാറുന്നില്ല. അവൻ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഏറ്റവും ഒടുവിലായിട്ട് ഇങ്ങനെ ചോദിച്ചു, നിന്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, നീ എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞു, ഒന്നും മറന്നിട്ടില്ലല്ലോ, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ യുവാവ് തിരിച്ചൊരു മറുപടി നൽകുന്നുണ്ട്, ഒരു കാര്യം ഞാൻ മറന്നു, അതെനിക്കൊന്ന് എടുത്തു വെക്കണം, ചില കാര്യങ്ങളൊക്കെ കൂടി എടുത്തു വെക്കണം. അപ്പോൾ വീണ്ടും ചോദിക്കുന്നു, എന്താണ് ആ കാര്യങ്ങൾ? അപ്പോൾ എന്തായിരിക്കും മറുപടി നൽകിയിട്ടുണ്ടാവുക? ആ ഒരു ഉത്തരത്തിലേക്ക്, കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ വചന സമീക്ഷയുടെ ഒന്നാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ കുഞ്ഞമ്മ തോമസ്, പത്തനംതിട്ട. കുഞ്ഞമ്മ ആന്റി, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനും അങ്കിളേ ഉള്ളു ഇപ്പൊ. ഓക്കെ, സന്തോഷമായിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നു. പത്തനംതിട്ടയിൽ മഴയൊക്കെ ഉണ്ടോ? ഇന്ന് മഴ പെയ്തില്ല, നല്ല കാലാവസ്ഥയാണ് അല്ലേ? അതെ. അപ്പൊ ആന്റി, നമുക്ക് എന്തായാലും നമ്മുടെ വിശേഷങ്ങളിലേക്ക്, അതായത് ചോദ്യങ്ങളാവുന്ന വിശേഷങ്ങളിലേക്ക് കടന്നാലോ? കിടക്കാം. അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ആകാശം പിളർന്ന് ഇറങ്ങി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആന്റി, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഒരു മിനിറ്റ്. ആകാശം പിളർന്ന് ഇറങ്ങി വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മലകൾ ഉരുകി, ആകാശം ഇറങ്ങി വരുമ്പോ മലകൾ തിരുവണ്ടിൽ ഉരുകി പോകും. ശരി ഉത്തരമാണ്. ബൈബിളിലെ വേർഡിങ്സിൽ കുറച്ച് മാറ്റം ഉണ്ടാകും, നമ്മുടെ ബൈബിള് മാറുമ്പോ. അതനുസരിച്ച് ആന്റി പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇവിടത്തെ ബൈബിൾ പ്രകാരമുള്ള ഉത്തരം ഇങ്ങനെയാണ്, പർവ്വതങ്ങൾ അവന്റെ സന്നിധിയിൽ കുലുങ്ങുമായിരുന്നു.
ഇവിടെ മലകൾ തിരുവനന്തപുരം ഉരുകി പോകും. അത് സാരില്ല. അപ്പൊ എന്തായാലും ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. രണ്ടാമത്തെ ചോദ്യം, ദൈവത്തിന്റെ നാമം ശത്രുക്കൾ എങ്ങനെയാണ് അറിയുന്നത്? എങ്ങനെ അറിയുന്നേ? ജാതിക തിരുവനന്തപുരം വിറക്കത്തക്കൊണ്ട് നിന്റെ നാമത്തെ നിന്റെ വൈരാൽ വെളിപ്പെടുത്തുവാൻ തീയിൽ തുള്ളി വെട്ടുന്ന പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്ന പോലെയും മലകൾ നിന്റെ മുൻപിൽ ഉരുകി പോകുന്നത് പോലെയും നീ ആകാശം കീഴിൽ ഇറങ്ങി വരുന്നത് പോലെയും ആകും. ഉത്തരം തുടക്കത്തിലേ ഉണ്ട്. ഉത്തരം ശരിയാണ്. ആദ്യം പറഞ്ഞ വചനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ട്. എന്റെ ശരി ഉത്തരം എങ്ങനെയാണ്? ജനതകൾ വിറകൊള്ളുമ്പോൾ. അത് തന്നെയാണ്. അതില് ടെൻഷൻ ഒന്നും വേണ്ട. അപ്പൊ 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടാണോ പാടുന്നത് അതോ വചനമാണോ പങ്കുവെക്കുന്നത്? എന്താ ചെയ്യാ? പാട്ട് പാടിക്കോളൂ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. ആന്റി നന്നായിട്ട് പാടി കേട്ടോ. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ. അപ്പൊ നന്നായിട്ട് അത് പാടുകയും ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്, ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ നീ പ്രവർത്തിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ്? ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഭയങ്കര കാര്യങ്ങൾ നീ പ്രവർത്തിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ്? ഭയങ്കര കാര്യങ്ങളെ നീ പ്രവർത്തിച്ചപ്പോൾ ഭൂമി നീ ഇറങ്ങി വരികയും മലകൾ തിരുവനന്തപുരം ഉരുകി പോവുകയും ചെയ്തു. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പുറത്തിരുന്ന് സഹായിച്ച സഹായകൻ ആരാ? അങ്കിളാ അല്ലേ? അപ്പോ എന്തായാലും അങ്കിളിനും ആന്റിക്കും കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം എങ്ങനെയാണ്? നീ ഇറങ്ങി വരികയും മലകൾ തിരുസന്നിധിയിൽ ഒരുങ്ങിപ്പോകുകയും ചെയ്തു. അതെ, അപ്പൊ സുഖത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം പങ്കാളിയായിട്ടുള്ള അങ്കിൾ തന്നെയാണ് ഉത്തരവും പറഞ്ഞു തന്നത് അല്ലേ? അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, യഹോവ കോപിച്ചത് എന്തുകൊണ്ടാണ്? ഞങ്ങൾ പാപത്തിലകപ്പെട്ടതുകൊണ്ട്. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്, ഞങ്ങൾ പാപം ചെയ്തതിനാൽ. അപ്പോ സർവം ഈ ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ ഈ ഒരു കോളിൽ നിറഞ്ഞു നിന്ന അങ്കിളിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം രേഖപ്പെടുത്തുന്നു. ഓക്കെ, അപ്പൊ ആന്റി ഇനിയും വിളിക്കാം കേട്ടോ വചന സമീക്ഷയിലേക്ക്. അതെ. ഓക്കെ ആന്റി, താങ്ക് യു സോ മച്ച്. അപ്പോൾ കുഞ്ഞമ്മ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ആന്റിയും അങ്കിളും ഒരുമിച്ചിരുന്ന് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുകയായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല കെട്ടുറപ്പുള്ള ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കട്ടെ. ആന്റിക്കും അങ്കിളിനും ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് തന്നെ മടങ്ങി വരാം. ഈ ഒരു യാത്ര പോകാൻ പോകുന്ന ചെറുപ്പക്കാരൻ വീണ്ടും പറയുന്നുണ്ട് എന്തൊക്കെയോ എടുത്തു വെക്കാൻ മറന്നുപോയി. അപ്പോൾ ഈ കൂട്ടുകാരൻ ചോദിക്കുന്നത് എന്താണ് നീ മറന്നത്? അപ്പോൾ ഇവൻ പറയുന്നു, ഒരു ചുറ്റിക, ഒരു പദ്യത്തിൻ്റെ പുസ്തകം, അതുപോലെ തന്നെ ഒരുപാട് വായിക്കാനുള്ള നോവലുകൾ ഒക്കെയും എനിക്ക് എടുത്ത് വെക്കേണ്ടിയിരിക്കുന്നു. ഒരു കണ്ണാടി എനിക്ക് എടുത്ത് വെക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ദീർഘദൃഷ്ടിയിലേക്ക് നോക്കേണ്ട ചില ആഴപ്പെടുത്തലുകൾ നൽകുന്ന ചില കുറിപ്പുകൾ എനിക്ക് എടുത്തു വെക്കേണ്ടിയിരിക്കുന്നു. ചില കത്തുകൾ എനിക്ക് പലർക്കും നൽകാനായിട്ട് എടുത്തു വെക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടുകാരൻ ചോദിക്കുന്നു, ശരിക്കും പറഞ്ഞാൽ നീ യാത്രയ്ക്ക് പോകാൻ ഒന്നും എടുത്തു വെച്ചിട്ടില്ല, നീ ഒന്നിനും തയ്യാറായിട്ടില്ല, എല്ലാ സാധനങ്ങളും എടുത്തു വെക്കാനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ, പിന്നെ നീ ഇത്രയും നേരം എന്ത് ചെയ്യുകയായിരുന്നു? എല്ലാവരും പറഞ്ഞു നീ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇതാ ഇറങ്ങാൻ പോവുകയാണ്, പക്ഷെ ഇനിയും ഇതെല്ലാം എടുത്തു വെച്ച് നീ എപ്പോഴായിരിക്കും ഇറങ്ങുക? അപ്പോൾ ഈ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഈ ഒരു യുവാവ് തിരിച്ചു പറയുന്നുണ്ട്, ഇതെല്ലാം
ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രം എനിക്ക് എടുത്ത് വെച്ചാൽ മതിയടാ എന്ന് പറയുകയാണ്. അപ്പോൾ ഇവൻ ചോദിക്കുന്നു, ഇതെല്ലാം ഉൾപ്പെടുന്ന എന്താണ് നിന്റെ പക്കലുള്ളത്? അതെന്തെങ്കിലും ദിവ്യ ഔഷധമാണോ, എന്തെങ്കിലും ദിവ്യ ഗ്രന്ഥമാണോ, അല്ലെങ്കിൽ ദിവ്യ ജ്ഞാനത്തിലുള്ള എന്തെങ്കിലും ശക്തി സ്രോതസ്സാണോ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്നെ ഇങ്ങനെ ആകാംക്ഷ കയറ്റാതെ നീ എനിക്കൊരു ഉത്തരം നൽകാൻ പറയുകയാണ്. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഇവനൊരു ഉത്തരം നൽകുന്നുണ്ട്. ഉത്തരം എന്താണെന്ന് ആകാംക്ഷയോടെ നമുക്കും കാത്തിരിക്കാം കൂട്ടുകാരനോടൊപ്പം. അതിനു മുൻപായി നമ്മുടെ രണ്ടാമത്തെ കോളറിലേക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് അനുരാഗ് എന്നാണ്. അനുരാഗ്, എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ തിരുവനന്തപുരം നെടുമങ്ങാട്. ഓക്കെ, അനുരാഗ് വർക്ക് ചെയ്യുവാണോ? അതെ, ഞാൻ വർക്ക് ചെയ്യുവാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും പിന്നെ ചേച്ചിയും ഫാമിലി. ഓക്കെ, അപ്പൊ ഒരുമിച്ച് എല്ലാവരും കൂടി സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബമാണ് അല്ലേ? അതെ. അപ്പൊ അനുരാഗെ അറിയാലോ, നമുക്ക് വചന സമീക്ഷയിൽ 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അനുരാഗിന് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: യഹോവയാം ദൈവം സകല ജനതകളും കാണെ മുളപ്പിക്കുന്നത് എന്താണ്? യഹോവയാം ദൈവം സകല ജനതകളും കാണെ മുളപ്പിക്കുന്നത് എന്താണ്? നീതിയും. പറഞ്ഞോളൂ. നീതിയും സ്തുതിയും. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: നീതിയും സ്തുതിയും. രണ്ടാമത്തെ ചോദ്യം: ഇസ്രായേലിനെ സംബന്ധിച്ച് എന്തു കാര്യമാണ് യേശയ്യാവ് വീക്ഷിക്കുന്നത്? നീതി ജ്വലിക്കുന്ന പ്രകാശം പോലെയും രക്ഷ കത്തുന്ന ദീപം പോലെയും വിളങ്ങുന്നത് എന്നതാണോ? അതെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. സംശയമൊന്നും വേണ്ട. ചെറിയൊരു ഇതുണ്ടായിരുന്നു. അതാണോ എന്നുള്ളതൊരു ഇതുണ്ടായിരുന്നു. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: നീതി ഉജ്ജ്വല പ്രകാശം പോലെയും രക്ഷ കത്തുന്ന ദീപം പോലെയും വിളങ്ങുന്നത്. ഓക്കെ, അപ്പൊ അനുരാഗ് ബൈബിളൊക്കെ വായിക്കാറുണ്ടോ എല്ലാ ദിവസവും? വായിക്കാറുണ്ട്. ഇഷ്ടപ്പെട്ട സ്പർശിച്ചിട്ടുള്ള ഒരു വചനം പറയാവോ? എനിക്കതില് 2 കാര്യങ്ങളുണ്ട്. റോമയുടെ 8-ാം അധ്യായത്തില് 35-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ: ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിമിത്തം ആര് നമ്മെ വേർപ്പെടുത്തും. പിന്നെ അതിൽ തന്നെ വേറൊരു വചനം കൂടെ ഉണ്ട്. നമുക്കിപ്പം റോമ 8:31, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും. ഓക്കെ, ഈ 2 വചനങ്ങളും ഇനി ജീവിതത്തിൽ മുന്നോട്ട് പിടിക്കാൻ സാധിക്കട്ടെ. ദൈവത്തിന്റെ വചനം അനുസരിച്ച് തന്നെ ജീവിക്കാൻ പറ്റട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ചോദ്യം ഇതാണ്: ദൈവം തന്റെ ജനത്തെ ഉയർത്തിയപ്പോൾ ദൈവം അവർക്ക് എന്ത് നൽകണമെന്നാണ് യേശയ്യാവ് ആഗ്രഹിച്ചത്? യേശയ്യാവ് ആഗ്രഹിച്ചത് പുതിയ നാമം വിളിക്കപ്പെടണമെന്ന. ശരി ഉത്തരം. സംശയമൊന്നും വേണ്ട. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: പുതിയ നാമം വിളിക്കപ്പെടണമെന്ന്. അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇതും കൂടി ശരിയാക്കിയ മുഴുവനും ശരിയാകും. 4ാമത്തെ ചോദ്യം ഇതാണ്: യഹോവയുടെ കയ്യിലും ദൈവത്തിന്റെ കയ്യിലും നീ എന്തായിരിക്കും? യഹോവയുടെ കയ്യിലും ദൈവത്തിന്റെ കയ്യിലും നീ എന്തായിരിക്കും? ഭംഗിയുള്ള കിരീടവും രാജകീയ മകുടവും ആയിരിക്കും. അതെ, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: ഭംഗിയുള്ള കിരീടവും രാജകീയ മകുടവും. അപ്പൊ അനുരാഗെ 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകി. 2 വചനവും നമ്മളുമായിട്ട് പങ്കുവച്ചു. തീർച്ചയായിട്ടും ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നെടുമങ്ങാട് നിന്നുള്ള അനുരാഗായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കുടുംബമാണ് അനുരാഗ് പറഞ്ഞത് വെച്ചിട്ട്. അപ്പോൾ കുടുംബത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കഥയിലേക്ക് തന്നെ നമുക്ക് മടങ്ങി വരാം. ഈ ഒരു യുവാവ് ഒരു ഉത്തരം നൽകുന്നുണ്ട്, വലിയൊരു ചോദ്യത്തിന് ചെറിയൊരു ഉത്തരം. അപ്പോൾ എന്തായിരിക്കും ഉത്തരം? നമ്മളും ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് അല്ലേ? അപ്പോൾ ആ ഉത്തരം ഇങ്ങനെയായിരുന്നു എനിക്ക് എടുത്തു വെക്കാനുള്ളത്. അതായത് എൻ്റെ കണ്ണാടിയായിട്ടുള്ള, എൻ്റെ മാർഗദർശിയായിട്ടുള്ള, ദീർഘവീക്ഷണങ്ങൾ നൽകുന്ന കുറിപ്പുകളായിട്ടുള്ള, മറ്റു പലർക്കും കൊടുക്കേണ്ട ആശയങ്ങളായിട്ടുള്ള, കത്തുകളായിട്ടുള്ള,
ഒരു ചുറ്റികയായിട്ടുള്ള, അങ്ങനെ എല്ലാമായിട്ടുള്ള ഗദ്യങ്ങളായിട്ടുള്ള, പദ്യങ്ങളായിട്ടുള്ള എല്ലാം നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്, ഞാൻ കരുതി എടുത്ത് വെക്കേണ്ട എൻ്റെ സമ്പത്ത് വിശുദ്ധ ബൈബിളാണ്. എന്നാൽ ഇത് കേട്ട് ആ സുഹൃത്താകട്ടെ ഇവനെ കളിയാക്കിക്കൊണ്ട് ചിരിക്കുന്നതാണോ അതോ പുച്ഛിച്ച് ചിരിക്കുന്നതാണോ ഒന്നും അറിയത്തില്ല. പക്ഷെ അവൻ ചിരിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട്. അപ്പോൾ ഈ യുവാവ് വീണ്ടും പറയുന്നുണ്ട്, നീ കൂടുതൽ ചിരിക്കൊന്നും വേണ്ട, ഇതെല്ലാം ഉൾപ്പെടുന്ന എൻ്റെ വലിയ സമ്പത്താണ് വിശുദ്ധ ബൈബിള്. ഞാനിനി യാത്ര പോകുമ്പോൾ നീ ചോദിച്ചു, എൻ്റെ മാതാപിതാക്കളെ വിട്ടു പോകുന്നതിൽ നിനക്ക് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെയൊക്കെ വിട്ടു പോകുന്നതിൽ നിനക്ക് പ്രശ്നമുണ്ടോ, ദുഃഖമുണ്ടോ, നീ ഒരുപാട് നാളുകൾക്ക് ശേഷമല്ലേ തിരിച്ചു വരുള്ളൂ, ഇതൊന്നും നിന്നെ ബാധിക്കുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് എന്താണ്, അടിച്ചു പൊളിക്കുക, ഈ ജീവിതം ആസ്വദിക്കുക. എൻ്റെ ആസ്വാദനം ക്രിസ്തുവിലാണ്, എൻ്റെ അടിച്ചുപൊളി ക്രിസ്തുവിലാണ്, എൻ്റെ യാത്രകൾ ക്രിസ്തുവിലാണ്, എൻ്റെ യാത്രകളുടെ തുടക്കവും ഒടുക്കവും എല്ലാം ക്രിസ്തുവിലാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തു എന്നോട് സംസാരിക്കുന്നതും ഞാൻ ലോകത്തോട് സംസാരിക്കേണ്ടതും ഈ വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിച്ച് തന്നെയല്ലേ എന്നുള്ളൊരു ചോദ്യം തിരിച്ച് അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളുമായിട്ട് ആ കൂട്ടുകാരനെ നമുക്ക് കൂട്ടിമുട്ടിക്കുമ്പോഴും ആ യുവാവിനെ കൂട്ടിമുട്ടിക്കുമ്പോഴും രണ്ട് ദർശനങ്ങൾ ലഭിക്കും. ആ ദർശനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേൾക്കാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് മണി ജോസഫ്. മണി ആന്റി എവിടെ നിന്ന് വിളിക്കുന്നു? കോന്നിയില്. ആന്റി വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്, ഒരു മോന്റെ വൈഫുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. ഓക്കെ. അപ്പൊ സന്തോഷമായിട്ട് പോകുന്നു അല്ലേ? സന്തോഷമായിട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ സന്തോഷം നിലനിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കയറിയാലോ? കയറാം. അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: യഹോവ തന്റെ ജനത്തെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? യഹോവ തന്റെ ജനത്തെ അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കും. അമ്മ ആരെ ആശ്വസിപ്പിക്കുന്ന പോലെ? കുഞ്ഞിനെ ആശ്വസിക്കുന്ന പോലെ. ഉത്തരം ശരിയാക്കിയാലല്ലേ മാർക്ക് തരാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പൊ ആന്റി ഉത്തരം ശരിയാണ്, കൺഗ്രാറ്റുലേഷൻസ്. അയ്യോ. അപ്പൊ അയ്യോന്നോ, സന്തോഷിക്കല്ലേ വേണ്ടേ? ഓക്കെ. അപ്പൊ ഉത്തരം എങ്ങനെയാണ്? അമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ. വാക്യത്തിൽ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഓക്കെ, അപ്പൊ സോറി, നമ്മുടെ ബൈബിൾ, ഇവിടുത്തെ ബൈബിൾ പ്രകാരമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മറ്റേ എന്റെ ബൈബിളിലെ. സാരമില്ല, പോട്ടെ. നമുക്കത് അവിടെ വെച്ച് മറന്നു കളയാം. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: യഹോവ തന്റെ ദാസന്മാരോടും ശത്രുക്കളോടും എങ്ങനെയാണ് ഇടപെടുന്നത്? യഹോവ തന്റെ ദാസന്മാരോടും ശത്രുക്കളോടും എങ്ങനെയാണ് ഇടപെടുന്നത്? യഹോവ അവരുടെ അസ്ഥികൾ ഇളമ്പുല്ല് പോലെ തഴപ്പിക്കും. യഹോവയുടെ കൈ തന്റെ ദാസന്മാർക്ക് വെളിപ്പെടും. ശത്രുക്കളോടോ അവൻ ക്രോധം കാണിക്കും. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: തന്റെ ദാസന്മാർക്ക് അവന്റെ കൈ വെളിപ്പെടും, ശത്രുക്കളോട് ക്രോധം കാണിക്കും. അപ്പോ 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പാട്ടാണോ പാടുന്നത്, വചനമാണോ പങ്കുവെക്കുന്നത്, എന്താ ചെയ്യാ? എനിക്ക് ചുമയാണ്, അതുകൊണ്ട് പാട്ടിന്റെ പരിപാടി നടക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു വാക്യം പറയാം. ഓക്കെ. എന്നെ ഭയപ്പെടും നിങ്ങൾക്ക് നീതിസൂര്യൻ തന്റെ ചിറയിന്മേൽ രോഗോപശാന്തിയോടിരിക്കും. നിങ്ങളും പുറപ്പെട്ട തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടുവെന്ന് മാലാഖി പ്രവചനം 3-ന്റെ അവസാനത്തെ വാക്യമില്ല പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. ചോദ്യം ഇതാണ്: യഹോവ അഗ്നിയിൽ പ്രത്യക്ഷനായത് എന്തിനായിരുന്നു? യഹോവ തന്റെ കോപത്തെ ഇവരോടും തന്റെ ശാസനയെ അഗ്നിജാലയോടും കൂടെ നടത്തുവാൻ അഗ്നിയിൽ പ്രത്യക്ഷനാവും. വളരെ ശരി ഉത്തരം, മികച്ച ഉത്തരം ഇങ്ങനെയാണ്. കൺഗ്രാറ്റുലേഷൻസ്. തന്റെ കോപത്തെ ഉഗ്രതയോടും തന്റെ ശാസനയെ അഗ്നിജ്വാലകളോടും വെളിപ്പെടുത്തുവാൻ. അതെ. അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: യഹോവ സകലരോടും വ്യവഹരിക്കുന്നത് എങ്ങനെയാണ്? യഹോവ യഹോവ അഗ്നി കൊണ്ടും വാൾ കൊണ്ടും സകല ജനത്തോടും വ്യവഹരിക്കും. ശരി ഉത്തരമാണ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: അഗ്നി കൊണ്ടും അവന്റെ വാൾ കൊണ്ടും. അതെ. അപ്പോ 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. താങ്ക് യു. സന്തോഷായില്ലേ?
അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതേ സന്തോഷം നിർത്തിക്കൊണ്ട് തന്നെ ഇനിയും വിളിക്കാം കേട്ടോ വചന സമീക്ഷയിലേക്ക്. ഓക്കെ ഓക്കെ ആന്റി, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ മണി ജോസഫ് ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ സ്മാർട്ടായിട്ട് ഉത്തരം നൽകി. അതുപോലെ തന്നെ നമ്മളുമായിട്ട് വചനമൊക്കെ പങ്കുവെച്ചു. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയ്ക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ കഥയുടെ അവസാനത്തിലേക്ക്, നമ്മുടെ ഈ ഒരു അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഈ കഥ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഈ കഥയിലെ കൂട്ടുകാരൻ പലപ്പോഴും നമ്മളിൽ പലരുമാകാം. വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുക്കുന്നവരെ, വചനപ്രഘോഷണം നടത്തുന്നവരെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദൈവവേല ശുശ്രൂഷ ചെയ്യുന്നവരെ പലപ്പോഴും നമ്മളും കളിയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ സംശയദൃഷ്ടിയോടെ നോക്കിയിട്ടുണ്ട്. ഇവന് വേറെ പണിയൊന്നുമില്ലേ എന്ന് പലപ്പോഴും നമ്മൾ കളിയായിട്ടാണെങ്കിലും ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം ആ ക്രിസ്തീയ യുവാവിൻ്റെ ഒരു സന്ദർഭത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ഒരു വചനപ്രഘോഷണവുമായിട്ട് ഇറങ്ങിയപ്പോൾ, ദേവാലയ കാര്യങ്ങളിൽ മുഴുകിയപ്പോൾ, സമൂഹത്തിൻ്റെ മറ്റു കാര്യങ്ങളിൽ നിന്ന് മാറി ദേവാലയത്തോട് ചേർന്ന് നിന്നപ്പോൾ നമ്മുടെ കൂട്ടുകാർ പലപ്പോഴും നമ്മളെയും കളിയാക്കിയിട്ടുണ്ടാകാം. അന്നൊരു പക്ഷേ സധൈര്യത്തോടു കൂടി ഉത്തരം നൽകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുക, ഇനി ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ യുവാവിനെ പോലെ ധൈര്യത്തോടെ ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ, ഇത്തരത്തിലൊരു ഉത്തരം നൽകുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളത് സ്വയം പരിശോധിച്ചറിയേണ്ട നിമിഷങ്ങളാണ്. സ്വയം പരിശോധിച്ചറിയേണ്ട കഥയാണ്, സന്ദേശമാണ് ഈ ഒരു കഥ നമുക്ക് നൽകുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായ ഉത്തരങ്ങൾ നൽകി ക്രിസ്തുവിന് സാക്ഷ്യം നൽകുവാൻ നമുക്ക് സാധിക്കട്ടെ. ആ ക്രിസ്തീയ യുവാവിനെ പോലെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി ക്രിസ്തീയ വേലയുമായിട്ട്, ദൈവവേലയുമായിട്ട് യാത്ര ചെയ്യുവാൻ, യാത്രകൾ തുടരുവാൻ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചന സമീക്ഷയുടെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.